ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോൾ വൈകുന്നേരം കുളിയാണ്. കാരണം ഭയങ്കര ചൂടല്ലേ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 വിട്ടൊക്കെ തല വാഷ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര നീരിറക്കവും കാര്യങ്ങളും ഒക്കെ കേട്ടോ. പിന്നെ കമ്മലും മാലയും ഫോക്കസ് ചെയ്ത് കാണിച്ചതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് ചോദിക്കുന്നു, താലിമാല ഇടാറില്ലേ, കമ്മലിടാറില്ലേ, എന്താണ് ഇങ്ങനത്തെ കോലത്തിൽ വീഡിയോ ചെയ്യുന്നത്? വേറെ ആരുമല്ല, നമ്മളോട് ഇഷ്ടമുള്ളവരൊക്കെ തന്നെ ചോദിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, പിള്ളേർ നമ്മളിങ്ങനെ നോക്കുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒന്നും തരം ടൈം ഉണ്ടാവാറില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പാറ ഈ ഫീഡിങ് നിർത്താത്തത് കൊണ്ട് അവൾ ആ ടൈമിലൊക്കെ നമ്മുടെ ഈ മാല പിടിച്ച് തൂങ്ങിക്കിടക്കും. അപ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇടാത്തത്. ഞാൻ അങ്ങനെ ഈ ഒരു താലിമാല ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഊരാത്ത ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെ ഊരണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിട്ടാവണമല്ലോ. അപ്പോൾ ഗൈസ്, കുഞ്ഞിപ്പാറുമായിട്ട് ഞാനങ്ങനെ കാപ്പി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ചയ്ക്ക് എവിടെ പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാപ്പിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര തലവേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എനിക്ക് പണ്ട് മുതൽ ഉള്ളതാണ്. അപ്പോൾ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം അപ്പോൾ കുഞ്ഞിപ്പാറുവിനെ ഇപ്പോൾ നമുക്ക് ആരെങ്കിലും ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറം പൊന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പൊന്നിൻ്റെ അനിയത്തി അവിടെ നിന്ന് ചങ്കുട്ടീനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുമായിരുന്നു. അപ്പോൾ ചങ്കുട്ടി ഉറങ്ങുമായിരുന്നു. പിന്നെ ഉറക്കമില്ലാത്തതുകൊണ്ട് 24 മണിക്കൂർ എൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിപ്പ്. പിന്നെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ സിറ്റ് ഔട്ടിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിൽ നല്ല കാറ്റാണ്. അപ്പോൾ നമുക്ക് വിശ്രമിക്കാനൊക്കെ സുഖമാണല്ലോ. അപ്പോൾ അവളും ചക്കിയും കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ചക്കിന് വലിയ ഇഷ്ടമാട്ടോ, അവളുടെ പുറകെ ഇങ്ങനെ നടന്നോളും. അപ്പം ഞാനിങ്ങോട്ട് പൊന്നിനെ നോക്കി ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ അതുകൊണ്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊന്നിൻ്റെ കയ്യിൽ ഞാൻ കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട്. അവളിവിടെ തൂത്തിട്ട് കത്തിക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ചങ്കൂട്ടി എന്തേ ഉണന്നു. അപ്പോൾ അങ്ങനെ പിള്ളേർ സെറ്റെല്ലാം കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രീ ആയി. എന്നിട്ട് ഞാൻ വിളക്കൊക്കെ തേച്ചു. അപ്പോൾ അച്ചമ്മൻ വന്നു. എന്തോ കപ്പളങ്ങ എന്തോ പപ്പരിക്ക അതുകൊണ്ട് വന്നിട്ടുണ്ട്, തോരൻ വെക്കാനാന്ന് തോന്നുന്നു. അങ്ങനെ വിളക്കൊക്കെ തേച്ച് അവിടെ തോരാൻ വെച്ചിട്ട് ഞാൻ അകത്ത് വന്നിട്ട് തൂത്തു. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും തുടയില്ല. ഇന്നലെ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1.5 വീട്ടൊക്കെ തുടയ്ക്കാറുള്ളൂ. പിന്നെ പിള്ളേരുള്ളത് കൊണ്ട് തന്നെ. പിന്നെ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച മാത്രം ദൂരത്തോടെ വിളക്ക് തേപ്പ്, ഇതൊക്കെയായിരുന്നു ശീലം. പിന്നെ ഞാൻ വിളക്ക് കത്തിക്കാൻ പോവാണ്. അപ്പോൾ എത്ര പേര് എന്നെ പോലെ ഇങ്ങനെ തിരിയിടാറുണ്ട്? ഞാനിങ്ങനെ ഒറ്റ തിരി ഇങ്ങനെ രണ്ടായിട്ട് കീറിയിട്ട് ഇങ്ങനെ ഒരു മാതിരി ട്രയാങ്കിൾ മോഡിൽ അങ്ങനെയാണ് ഇടുന്നത് കേട്ടോ. ഒന്നിച്ച് കൂട്ടി 2 വശത്ത് തോന്നും. അപ്പോൾ അങ്ങനെ ഇടാം. അപ്പോൾ ഞാൻ കുഞ്ഞിക്കണ്ണന് വിളക്കൊക്കെ കത്തിച്ചു. മനസ്സുരുക്കി നല്ലപോലെ പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കഴിഞ്ഞ വിഷുവിന് കണി വെക്കാൻ വേണ്ടി പിന്നെ കുഞ്ഞിപ്പാറിന് ജനിച്ചിട്ടുള്ള ആദ്യത്തെ വിഷയമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. കൃഷ്ണൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ വിഗ്രഹം. അതെനിക്കില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ സന്തോഷമായി. അപ്പോൾ ഞാൻ കുറച്ച് ഭസ്മൊക്കെ തുറന്നുണ്ട്. അപ്പോൾ ചങ്കുട്ടി കളിച്ചിട്ട് വെള്ളം കുടിക്കാൻ കയറിയപ്പോൾ അവനും തൊട്ട് കൊടുത്തു. പിന്നെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനലടയ്ക്കുക ഗൈസ്. സന്ധ്യയ്ക്ക് ഭയങ്കര കൊതുക. ഞങ്ങളുടെ കൊതു ഇല്ലാഞ്ഞാണ് ഗൈസ്, എന്തോ ഭയങ്കര കൊതുവാണ് കേട്ടോ ഇപ്പം. പിന്നെ അപ്പോൾ ഇട്ട കാപ്പി ഞാൻ ഇപ്പോഴാണ് കുടിക്കുന്നത്. തണുത്ത് നല്ല ചീഞ്ഞിരും. ഇപ്പോൾ പിന്നെ ഇച്ചിരി കൊണ്ട് ചൂടാക്കി ഞാൻ വീണ്ടും കുടിക്കണം. ഈ ഒരു ടൈമാവും കാപ്പി ഒന്ന് കുടിച്ചിറക്കുമ്പോൾ. ഡെയിലി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ മാറി ആരെയും കയറിയൊക്കെ വരും. ചിലപ്പോൾ അച്ഛമ്മയായിരിക്കും വിളക്കെത്തിക്കുക. ഇപ്പോൾ കുഞ്ഞിപ്പാറിനെ ആരെങ്കിലും പിടിക്കാനുള്ള ദിവസങ്ങളാണെങ്കിൽ ഞാൻ വിളക്കെത്തിക്കും. കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഞാൻ തന്നെ വിളക്കെത്തിക്കും. അപ്പോൾ ഇന്നലെ ഓൾറെഡി തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തുടയ്ക്കലില്ലായിരുന്നു. കുട്ടികളെല്ലാം 1.5 വീട്ട് തുടയ്ക്കണം. അല്ലെ ഭയങ്കരമായിട്ട് ഇവിടെ ചീത്തയാവും. ഭയങ്കര മോശമായിട്ട് ഞങ്ങളുടെ ഫ്ലോർ മൊത്തം ചീത്തയാവുകയാണ്. അമ്പലത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് വന്നാലോന്ന് ഓർത്താൽ മെയിനായിട്ട് ഞാൻ ഓൺ വോയിസ് ഇടാഞ്ഞിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ കേൾക്കാം. മൈക്കില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പരിഹരിക്കാൻ നിങ്ങൾ തന്നെ കനിയണം. അപ്പോൾ രാത്രി നൈറ്റ് കഴിക്കുന്നതൊക്കെ കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ പിള്ളേർ സെറ്റ് നമ്മളെ വന്ന് വിളിച്ചു. അപ്പോൾ കുഞ്ഞിപ്പാറിനെ ഞാൻ പൊന്നിനെ ഏൽപ്പിച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇവിടെ നിന്നും ഭസ്മം തൊട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അവളും പൊന്നും കൂടെ ഇവിടെ സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി പിള്ളേർ സെറ്റെല്ലാം കളിക്കുകയാണ്. ഞാൻ ആ കാപ്പി കൊണ്ട് നേരെ പുറത്തോട്ടാണ് വന്നത്. അപ്പോൾ ചക്കിയും ചങ്ങനും ഒക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടും വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അവനാണ് തന്നെ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ദീപാരാധനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിപ്പാറിന് കഞ്ഞി കൊടുക്കണമല്ലോ. അവളൊരു 7 മണി 7:30 കഴിയുമ്പോഴത്തേക്ക് പിന്നെ സ്ലീപ്പിംഗ് പ്രശ്നങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഭക്ഷണം കഴിപ്പിക്കണം. ഇടഞ്ഞാലും ഭക്ഷണം കഴിക്കൂല ഗൈസ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ അറ്റകൈ പ്രയോഗമാണ്. കാരണം ഈ ഫോൺ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അത് വന്ന് പിടിക്കാനും അത് കടിക്കാനും ഒക്കെ ടെൻഡൻസി ഇച്ചിരി കൂടുതലൊരു കുഞ്ഞാണ്. അങ്ങനെ വഴക്കാളി പാറുവിനെ കഴിപ്പിലൊക്കെ കഴിഞ്ഞു. ഞാൻ ക്ഷീണിതയായിട്ട് താഴെ ഇരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ കുഞ്ഞിപ്പാറു അവിടെ ബോളിലൊരു ചെറിയൊരു ഹോളുണ്ട് കേട്ടോ. അത് പൊട്ടിയതല്ല, എന്തൊരു ഹോളാണത്. എനിക്കത് കാറ്റ് കയറാനുള്ള സംഭവമാണ്. അതിനകത്ത് കറക്റ്റായിട്ട് അവളുടെ ചൂണ്ടുവരൽ കയറും. അവളത് കയറ്റിയിട്ട് എനിക്ക് കൊണ്ട് തരികയാണ്. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കളയും. ഇതൊക്കെയാണ് ഗൈസ് അവളുടെ എൻ്റർടൈൻമെൻറ്റ്, ഒരു മനസ്സുഖം. പിന്നെ എൻ്റെ പൊട്ടൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അതാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ എക്കോലത്തിൽ നടക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ പൊട്ടെന്ന് പറഞ്ഞ സാധനം വാഴത്തില്ല. ആൾ പറിച്ച് അവൾക്ക് വെച്ച് കൊടുക്കണം. ഇത് അവളെ നെറ്റിയിരിക്കുന്ന കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ആ ബോൾ പോയത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാവപ്പെട്ടവൾ. പിന്നെ അത് പോയിട്ട് ചേട്ടനോട് പറഞ്ഞു കൊടുക്കുന്നു. കാരണം ചേട്ടൻ എടുത്ത് തരണം. അതിന് അയ്യോ പൊത്തമൊക്കെ വെക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചങ്കൂട്ടി മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ. അവൻ കഴിപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ പുട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ അതേ കിടക്ക വിരിക്കാൻ വേണ്ടി കയറി. അപ്പോൾ എൻ്റെ പുറകെ പിന്നെയും വന്നു. അപ്പോൾ 2 ദിവസമൊക്കെ കൂടിയിരിക്കുമ്പോൾ നമ്മൾ കിടക്ക ഷീറ്റ് മാറ്റും കേട്ടോ. പിന്നെ എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ കിടന്നു മുള്ളുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട്, പിന്നെ അവൾ സ്നഗ്ഗി പുറത്താണ്, ചങ്കുട്ടിക്ക് ആ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും റിസ്ക് ഇല്ല. എന്നാലും 2 ഡേയ്സ് കൂടുമ്പോൾ ഞാൻ മാറ്റും. എനിക്കല്ലെങ്കിലേ പൊടി പ്രശ്നങ്ങളാണ്. ചെറിയ സ്മെല്ല് വ്യത്യാസം വന്നാലും എനിക്ക് പൊടിയാണെന്നുള്ള പേടിയാണ്. അപ്പോൾ ഞാനത് പെട്ടെന്ന് മാറ്റിക്കളയും. അതെൻ്റെ വീട്ടുകാർക്ക് അറിയാം. അപ്പോൾ എന്തായാലും ഷീറ്റൊക്കെ വിരിച്ചു. ഇതെൻ്റെ ഫേവറേറ്റ് ഷീറ്റാണ് കേട്ടോ. ഞാൻ മീഷോയ്ക്കകത്ത് ഓർഡർ ചെയ്തതാണ്. പ്യുവർ കോട്ടൺ. ഡെലിവറി കഴിഞ്ഞ ടൈമിൽ അവനെ കിടത്താൻ വേണ്ടി എടുത്തതാണ്. അതിലൂടെ 2 പില്ലോ കവറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷീറ്റൊക്കെ വെച്ച് ഇവിടെ 2 പേർക്ക് സെപ്പറേറ്റ് ആയിട്ടോ ഗൈസ്, ബ്ലാങ്കറ്റ് വരെ 2 കൂടെ, അല്ലെങ്കിൽ പിന്നെ അടി വെക്കും. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനിയും കുറേ നേരം കൂടി പിടിച്ച് വെക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എടുക്കാൻ നിന്ന് എനിക്ക് നല്ല മൂടാണ്. പക്ഷേ ഇവളെ ഉറക്കണം. ഇവളെ ഉറക്കില്ല ഒരു കാര്യം നടക്കത്തില്ല. എന്താ നോക്കുന്നത്? അപ്പോൾ ഇവിടെ ഉറക്കില്ല, ഒന്നും നടക്കത്തില്ല കേട്ടോ. ഒരു 7 മണി 7:30 അതിൻ്റെ ഉള്ളിൽ മാക്സിമം ഞങ്ങൾ ഫുഡും കൊടുത്ത് കുറച്ച് നേരം കളിപ്പിച്ച് കഴിയുമ്പോൾ മേലും കഴിച്ച് അങ്ങ് ഉറക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. മേല് കഴിച്ച് അപ്പം തന്നെ ഉറക്കില്ല, പിന്നെ ഉറങ്ങുന്നില്ല. പിന്നെ 10-11 മണി വരയ്ക്കും. അപ്പം അങ്ങനെ ഉറങ്ങുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചങ്കുട്ടിയുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് അവനെ മേലഴിക്കുക, അവന് ഫുഡ് കൊടുക്കുക. ഇപ്പം ഫുഡ് കഴിച്ചു. ഇനി ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 8:30 ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവന് ചോറും കൊടുത്ത് അവനെ ഞാൻ കിടത്തി ഉറക്കും. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആളുടെ കൂടെ കുറച്ചൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ളൊരു ടൈമാണത്. അപ്പോൾ ഇവള് കറക്റ്റായിട്ട് ഉറങ്ങില്ല, ഒന്നും നടക്കൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ബാലൻസ് ചെയ്ത് ഓരോന്നൊക്കെ പോണത്. പിന്നെ പറഞ്ഞ് നിൽക്കുന്നില്ല, കാരണം ആൾ നല്ല ഉറക്കത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് വഴക്കിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ കിടത്തി ഉറക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണുക. എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ എന്നും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. ദൈവം കൂടെ സഹായിക്കണം. എല്ലാവരും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ടാറ്റാ ബൈ.